വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണമെന്നും കൊടുക്കരുതെന്നുമുള്ള ഭിന്ന അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറെ ജനശ്രദ്ധ നേടിയതായിരുന്നു അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. പകരം ദുരിതത്തിലായ 3 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാമെന്നും തന്റെ നാട്ടിൽ വസ്തു വിട്ടു നൽകാൻ ഒരു സുഹൃത്ത് തയ്യാറാണെന്നും വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ പലരും നൽകി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു അഖിൽ മാരാർ കുറിപ്പിൽ പറഞ്ഞത്. എന്നാൽ ഒരാൾ എവിടെ താമസിക്കണമെന്നത് അയാളുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ദുരിതത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് നൽകാനും തയ്യാറാണെന്ന് അഖിൽ മാരാർ പറഞ്ഞിരുന്നു. സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന് ഒരാളോട് പോലും താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പറയുന്നത്. താൻ ഒരിക്കലും ആരെയും തടയില്ല, എന്നാൽ താൻ കൊടുക്കുന്ന പണം ആർക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് താൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ലെന്ന് തീരുമാനിച്ചതിനെക്കുറിച്ചും അഖിൽ മാരാർ വിശദീകരിച്ചു. ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന തുക കൃത്യമായി സർക്കാരിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. അതിൽ യാതൊരു വിധത്തിലുമുള്ള കള്ളത്തരവുമില്ല, അങ്ങനെ താൻ പറഞ്ഞിട്ടുമില്ല എന്ന് അഖിൽ മാരാർ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവനായും കേൾക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഒരാളോട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയത്തതുമില്ല. കാരണം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ എനിക്ക് ലഭിച്ച വളരെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ശതമാനക്കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും 10, 15, 20 ലക്ഷം കൊടുക്കുമ്പോൾ 15 കോടിയും 20 കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ചെയ്യേണ്ട പൈസയുടെ ഒരു വിഹിതം മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ അങ്ങനെ കാണാറൊന്നുമില്ല. കാര്യം അവർക്ക് ആ പൈസ മറ്റൊരു രീതിയിൽ അവർക്ക് ചെലവഴിച്ച് കളഞ്ഞേ പറ്റൂ. ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്ക് CSR ഫണ്ട് വഴി കൊടുത്തേ പറ്റൂ. അതുപോലെയല്ല ഒരു സാധാരണക്കാരൻ അവന്റെ അന്നന്നത്തെ അധ്വാനത്തിൽ നിന്ന് നീക്കിവെക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ എന്ന് പറയുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന് തോന്നലുണ്ടാക്കിയത് ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല. കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പൈസയും 100% മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ വന്നു ചേരുന്ന ഒന്നാണ് എന്നതാണ് സത്യം. അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം. ഒരാളെ സഹായിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ എന്തോ ചെയ്തോട്ടെ. അവൻ മുഖ്യമന്ത്രിക്ക് 5 പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരല്പം കോമൺ സെൻസ് എന്നുള്ളത് ഒരു സഖാവിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ സഖാവായിരിക്കത്തില്ല. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരെ ഞാൻ കഴുതകളെന്നും വിളിക്കത്തില്ല. കാര്യം കഴുതകൾക്ക് ഒരു അപമാനമായിട്ട് ഇവന്മാർ മാറും. കഴുതകൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഞാൻ ഈ ഇതുപോലെ അന്തംകമ്പികളെ, ഞാൻ ഈ മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരെയോ സാമാന്യ ബോധത്തോടുകൂടി ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയോ സഖാക്കന്മാരെയോ അല്ല പറയുന്നത്. ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ അന്തം കമ്മി സൈബർ ടീമുകളുണ്ട്. ഇവന്മാരെയാണ് ഞാൻ പറയുന്നത്. ഇവന്മാരെ ഞാൻ കഴുതകളെന്നും വിളിക്കത്തില്ല. വിളിച്ചാൽ കഴുതകൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവന്മാരെ കഴുതകളെന്നും വിളിക്കത്തില്ല. കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യ ജന്മമെന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യന്റെ രൂപമുള്ള കുറെ ജന്തുക്കൾ എന്ന് മാത്രം പറയാവുന്ന ഇത്തരക്കാരന്മാർക്ക് എനിക്കിപ്പോഴും മനസ്സിലാക്കാതെ പോയത്, അല്ലെങ്കിൽ ഞാൻ നിന്നോടൊക്കെ വീണ്ടും ചോദിക്കുന്നത്, ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷേ ഞാൻ എന്താണ് അവിടെ പറഞ്ഞത്? 3 വീട് ഞാൻ വെച്ചു കൊടുക്കാം. ഞാൻ ആരാണ്? ഞാൻ എന്താ ഇവിടുത്തെ യൂസഫ് അലി സാഹിബിനെ പോലെ മറ്റേ കല്യാണിന്റെ കണക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കോ? എനിക്ക് കിട്ടിയ അധ്വാനത്തിന്റെ ഒരു പങ്ക് പോട്ടെ. ഇങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസയുടെ എന്റേതായ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് നാട്ടുകാരുടെ കട്ടുമുടിച്ച് തിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്കും നമുക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. നമുക്ക് ആഗ്രഹമില്ല. സഹകരണ ബാങ്കിൽ. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ എന്റെ നാട്ടിൽ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി പ്രവർത്തിച്ച സമയത്ത് ഈ പഞ്ചായത്തിൽ ഇവന്മാർ കയറി അധികാരത്തിലിരിക്കും. പഞ്ചായത്ത് മെമ്പർമാരായിട്ടും സഹകരണ ബാങ്കിന്റെ ഭാരവാഹികളായിട്ടൊക്കെ ഇരിക്കും. അപ്പോഴൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഓഡിറ്റുണ്ട്. സഹകരണ മേഖലയിൽ ഓഡിറ്റുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഓഡിറ്റുണ്ട്. പക്ഷെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ പലതും കൈയോടെ പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ.